എൻ്റെ പേര് റോസ് എന്നാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആരെയും കുറ്റപ്പെടുത്താനോ അപമാനപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല. എനിക്ക് ഈ അടുത്ത ഇടയ്ക്ക് ഒരു ചാനൽ, ഞാൻ അതിൻ്റെ ചാനൽ ഡീറ്റെയിൽസും അതിൻ്റെ പേരും എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഞാനതെല്ലാം ഇടാം. എന്ന് വെച്ചാൽ അതിന് കുറേ സബ്സ്ക്രൈബേഴ്സും ആ കുട്ടിക്ക് കുറേ വ്യൂസും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പക്ഷേ എല്ലാവരെയും ചീറ്റ് ചെയ്യുവാണോ എന്ന് എനിക്കൊരു സംശയം. അച്ചു എന്തോ ഒരു കുട്ടി എന്നാൽ ഞാൻ അത് നോക്കിയിട്ട് ഞാൻ പറയാം കറക്റ്റായിട്ട്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാബ് ഡോഗിനെ അത് വഴി വെച്ചെങ്ങാണ്ട് കാണുമോ, അത് അതിന് ഫുഡ് വാങ്ങി കൊടുക്കുകയോ എന്തോ ചെയ്തു. നല്ലൊരു ലാബ്, ആരോ വളർത്തിയ ലാബാണ്. പിന്നെ ഉപേക്ഷിച്ചാണോ ആ ലാബ് വീട് വിട്ടിറങ്ങിപ്പോയതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടു, അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുന്നത് കണ്ടപ്പം അത് ഓഫീസിലോ വർക്കിലോ എങ്ങാണ്ട് വരുമ്പം ഈ പട്ടിക്കുഞ്ഞ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു 2 വയസ്സ് 2.5 വയസ്സൊക്കെ അതിന് തോന്നുന്നുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എനിക്കറിയത്തില്ല ഞാൻ കറക്റ്റാണോ എന്ന്. അപ്പോൾ ഈ ലാബിനെ കണ്ടുകൊണ്ട്, അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോഗ് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ നെഫ്യൂവിനത് ഭയങ്കര സാഡാക്കി. അപ്പോൾ അവന് ഡോഗ് വേണമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതൊരു നല്ല ഡോഗാണ്, നല്ല പെരുമാറാൻ അറിയാവുന്ന ഡോഗാണ്. അപ്പോൾ കൊച്ചു കുഞ്ഞിന് കളിക്കാനും ഒരു ഡോഗ് ആകുമല്ലോ എന്ന് വെച്ച് ഞാൻ അതിനോട് ചോദിച്ചു, സ്ഥലം എവിടാണെന്ന് പറയാം. സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ വന്നെടുത്തോളാമല്ലോ, അല്ലെങ്കിൽ അവരോടൊന്ന് കൊണ്ടു തന്നാൽ മതി, ഞാൻ അതിൻ്റെ ഫുൾ ചിലവും വഹിച്ചോളാമെന്ന് പറഞ്ഞു. വീട്ടിലൊന്ന് ഡോഗിനെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം കുട്ടി എന്നോട് പറഞ്ഞു സ്ഥലം എവിടാന്ന് പറയാനെന്നും പറഞ്ഞു. ഞാൻ ചെങ്ങന്നൂരാന്ന് പറയുകയും ചെയ്തു. പിന്നെ നമ്മൾ ആദ്യ സ്ഥലം കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് അത് പറഞ്ഞില്ല. അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങളുടെ കോൺടാക്റ്റ് തരാമെന്ന്. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്ഥലം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്പോൺസ് തന്നു. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അതിനെ ഡിസ്റ്റർബ് ചെയ്ത് ചോദിച്ചാൽ, നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുക, ആരെങ്കിലും കൊണ്ടുപോയി അതിനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും അത് റെഡിയല്ല. അപ്പം ഞാൻ ഇച്ചിരിയും കൂടെ കടുപ്പിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളെ വന്ന് കാണുന്നു പോകുന്നു, അത് റോഡ് ക്രോസ് ചെയ്തു എടുത്തുവാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അതിനെ വണ്ടി ഇടിച്ചോ അതിൻ്റെ കാലൊടിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സങ്കടവും കൂടെ കാണണം. ഈ കാണുന്ന വ്യൂവേഴ്സ് എല്ലാവരും അത് സഹിക്കണം, എല്ലാവർക്കും സങ്കടം വരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇതെന്തോ ചെയ്യും, എൻ്റെ മെസ്സേജുകളും ഞാൻ തരാൻ പറയുമ്പോൾ എൻ്റെ മെസ്സേജുകൾ പോയി ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം വീണ്ടും പറഞ്ഞു, അത് ഞാൻ ഇങ്ങനെ ഇട്ടപ്പം ഇച്ചിരി കൂടെ ഞാൻ പറഞ്ഞു ദിസ് ഈസ് റിയലി സാഡ് എന്ന് പറഞ്ഞിട്ടപ്പോൾ ആ കുട്ടി എന്തോ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പർ അയച്ചപ്പോൾ